Welcome all. Vector space or linear space. A vector space is a non-empty set V of objects called vectors with the rule of vectors addition and scalar multiplication satisfying the following properties. അപ്പം ഒരു വെക്റ്റർ സ്പേസിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് വി ആണ്. അതെപ്പോഴും ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതിനകത്ത് എന്തോ ഉണ്ടായിരിക്കും, സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെക്റ്റേഴ്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റാണ് എന്തെന്ന് പറയുന്നത് വി എന്ന് പറയുന്നത്. അപ്പം അതിന് റൂളുകളുണ്ട്. എന്തൊക്കെയാണ് റൂള്? അഡിഷനും ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. അപ്പം അതിൻ്റെ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും താഴെ ഒരു 10 പ്രോപ്പർട്ടി ഉണ്ട്. ആ 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്റ്റർ സ്പേസ് വി എന്തുവാകും? വെക്റ്റർ സ്പേസ് ആവും. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് വി എന്നാണ്. അതിൽ ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റേഴ്സ്. അപ്പം ആ വെക്റ്റേഴ്സ് അഡിഷനും അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് താഴെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന താഴെ അത് വെച്ചിട്ടുള്ള 10 പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വി എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റ് എന്തോ ആവും? വെക്റ്റർ സ്പേസ് ആവും. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദ സം ഓഫ് യു ആൻഡ് വി ഡിനോട്ടഡ് ബൈ യു പ്ലസ് വി ഈസ് ഇൻ വി. വി ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് to addition or we satisfy closure property. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്തുവാണ്? വി എന്ന് പറയുന്ന സെറ്റിൽ, നോൺ എംപ്റ്റി സെറ്റിൽ 2 വെക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് യുവും വി അല്ലേ. ആ യുവും വിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെ തന്നെ ആയിരിക്കണം? ആ വി എന്ന് പറയുന്ന വെക്ടേഴ്സ് ആ നോൺ എംപ്റ്റി സെറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ അതെന്തുവാകും? വെക്റ്റർ സ്പേസ് ആവും. മനസ്സിലായോ? അപ്പം നമ്മൾ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൽ നിന്ന് ഞാൻ 2 എലമെന്റ് ചൂസ് ചെയ്യുവാണ്, ഒബ്ജക്ട്സ് ചൂസ് ചെയ്യുവാണ്, യുവും വിയും. ആ യുവും വിയും ആഡ് ചെയ്യുന്ന എലമെന്റ് എവിടെ തന്നെ ഉണ്ടായിരിക്കണം? ആ വെക്റ്റർ സ്പേസിൽ തന്നെ ഉണ്ടായിരിക്കുവാണെങ്കിൽ, ആ വിയിൽ തന്നെ ഉണ്ടായിരിക്കുവാണെങ്കിൽ ആ വി എന്തോ ആവും? നോൺ എംപ്റ്റി സെറ്റ് ആവും. വെക്റ്റർ സ്പേസ് ആവും. അതിനാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ്, യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു. ഫോർ എവരി യു കോമ വി ബിലോങ്സ് ടു വി ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? യുവും വിയും വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിലെ വെക്റ്റേഴ്സ് ആണ്. അത് യു പ്ലസ് വി ആഡ് ചെയ്യുന്നതും വി പ്ലസ് യു ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. അതാണ് വെക്റ്റർ സ്പേസ് ആവാനുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടി. അതിനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി തേർഡ് പ്രോപ്പർട്ടി, യു പ്ലസ് വി plus w equal to u plus v plus w for every u comma v comma w belongs to v. It is called associative property. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. യുവും വിയും ഡബ്ല്യു, വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിലെ ഒബ്ജക്ട്സ് ആണ്, വെക്റ്റേഴ്സ് ആണ്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ഇതിനെയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസ് ആവും. മൂന്നാമത്തെ വെക്റ്റർ സ്പേസ് ആവാനുള്ള പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ഫോർത്ത് പ്രോപ്പർട്ടി, ദർ ഈസ് എനി വെക്റ്റർ 0 ഇൻ വി സച്ച് ദാറ്റ് 0 പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് 0 പ്ലസ് v equal to v plus 0 equal to v, then 0 is the additive identity. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. 0 എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇൻ വി അത് അഡിറ്റീവ് ഐഡന്റിറ്റി ആകണമെങ്കിൽ 0 പ്ലസ് വേറൊരു വെക്റ്റർ ആഡ് ചെയ്യുന്നതും വി പ്ലസ് ആ 0 എന്ന് പറഞ്ഞ വെക്റ്റർ ആഡ് ചെയ്യുന്നതും എന്തിനോട് ഈക്വൽ ആവണം? ആ വി തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ 0നെ നമ്മൾ എന്ത് വിളിക്കും? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കും. Fifth property, for each v in v there is a unique vector minus v in v such that v plus minus v equal to 0, then minus v is called additive inverse. അപ്പോൾ v എന്ന് പറയുന്ന ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിലെ ഒരു വെക്റ്ററാണ് വി എന്ന് പറയുന്നത്. അവിടെ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് എലമെന്റ് ഉണ്ടായിരിക്കും, മൈനസ് വി. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 0 കിട്ടുവാണെങ്കിൽ ആ മൈനസ് വിനെ നമ്മൾ എന്ത് വിളിക്കും? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കും. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി, സെക്കൻഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, തേർഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഫോർത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി, ഫിഫ്ത്ത് അഡിറ്റീവ് ഇൻവേഴ്സ്. Next, sixth property, the scalar multiple of v by k denoted by k into v belongs to v, that is v is closed with respect to scalar multiplication. അപ്പോൾ നമ്മൾ v എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ ഒരു there is a scalar multiple of v in v by there is a scalar multiple of v by k denoted by k into v. k എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ആണ്. ആ സ്കെയിലാർ കൊണ്ട് v എന്ന് പറഞ്ഞ വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് എവിടെ ഉണ്ടായിരിക്കണം? ആ v എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൽ ഉണ്ടായിരിക്കുവാണെങ്കിൽ അതിന് നമ്മൾ എന്തോ വിളിക്കും? അതിനെയാണ് ആ പ്രോപ്പർട്ടീനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിലാർ ആണ് കേട്ടോ.
നെക്സ്റ്റ് കെ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഫോർ എവരി യു കോമ വി ബിലോങ്സ് ടു വി. യുവും വിയും വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ രണ്ട് വെക്റ്റേഴ്സ് ആണ്. അപ്പം കെ ഇൻറ്റു യു പ്ലസ് വിനെ ആഡ് ചെയ്യുവാണ്. അതും കെ ഇൻറ്റു യു പ്ലസ് കെ ഇൻറ്റു വിയും ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതെന്തുവാകും? വെക്റ്റർ സ്പേസിൻ്റെ 7th പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് രണ്ട് സ്കെയിലർ ആഡ് ചെയ്യുകയാണ്. കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു വി ഈക്വൽ ടു കെ വൺ ഇൻറ്റു വി പ്ലസ് കെ ടു ഇൻറ്റു വി ആവുകയാണെങ്കിൽ എന്തുവാകും? അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അവിടെ കെ വണ്ണും അതുപോലെ തന്നെ കെ ടുവും എന്തുവാണ്? സ്കെയിലാർസ് ആണ്. സ്കെയിലാർസിനെയാണ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിലെ വെക്ടറാണ്. എഫ് എന്ന് പറയുന്ന ഫീൽഡിലെ രണ്ട് കോൺസ്റ്റന്റുകളാണ്, സ്കെയിലാർസുകളാണ് കെ വണ്ണും കെ ടു. ഓക്കെ. നെക്സ്റ്റ് 9th പ്രോപ്പർട്ടി കെ വൺ. നെക്സ്റ്റ് 9th പ്രോപ്പർട്ടി കെ വൺ ഇൻറ്റു കെ ടു വി ഈക്വൽ ടു, തിരിച്ച് എങ്ങനെ എഴുതാം? കെ വൺ കെ ടു ഇൻറ്റു വി എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ഫോർ എവരി വി എലമെൻറ്റ്. ഓക്കെ, എവരി വി എലമെൻറ്റ് കെ വൺ ഇൻറ്റു കെ ടു വി ഈക്വൽ ടു കെ വൺ കെ ടു വി എന്ന് എഴുതാൻ പറ്റണം. 9th പ്രോപ്പർട്ടി. നെക്സ്റ്റ് 10th, ദ ലാസ്റ്റ് പ്രോപ്പർട്ടി 1 ഇൻറ്റു വി ഈക്വൽ ടു വി ഫോർ എവരി വി എലമെൻറ്റ് ഓഫ് വി, ദാറ്റ് ഈസ് വി ബിലോങ്സ് ടു വി. Example, consider the set of all 2x2 matrices with a real axis over the field at real numbers. ഞാൻ അതൊന്ന് പറയാം. 1 ഇൻറ്റു വി ഈക്വൽ ടു എന്തുമായിരിക്കണം? വി ആയിരിക്കണം. വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസ് ആവണം. അപ്പം ഈ വണ്ണിന് നമ്മൾ സ്കെയിലർ, നമ്മളിതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കും കേട്ടോ ഈ വണ്ണിന്. ഓക്കെ, സോ 10 പ്രോപ്പർട്ടിയും പറഞ്ഞു നമ്മൾ. കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ 2x2 matrices with a real axis over the field of real numbers. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എയും ബിയും രണ്ട് മെട്രിക്സസ് ആണ്, എ ബി സി ഡി ഇ എഫ് ജി എച്ച്. അപ്പം എ കോമ വി ബിലോങ്സ് ടു മെട്രിക്സ് 2x2 മെട്രിക്സ് ആണ്, അതാണ് M2നെ ഡിനോട്ട് ചെയ്യുന്നത്. അതൊരു വെക്റ്റർ സ്പേസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം എ പ്ലസ് ബി എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എ പ്ലസ് ബി എവിടുത്തെ എലമെൻ്റ് ആണ്? മെട്രിക്സ് എ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? എയും ബി എന്ന് പറഞ്ഞ മെട്രിക്സുകൾ. അത് M2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ്, അതിന് വെക്റ്റർ സ്പേസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യം ഇത് എഴുതിയിരിക്കുന്ന ക്ലോഷർ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് എ പ്ലസ് ബി ചെയ്യുമ്പം എന്ന് പറഞ്ഞ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് എ പ്ലസ് ഇ എന്ന് പറഞ്ഞ് എ പ്ലസ് ബി ഞാൻ ചെയ്യുവാണ്. എ പ്ലസ് ബി എന്തോ കിട്ടും? നമുക്ക് താഴോട്ട് ചെയ്തിട്ടുണ്ടോ? എ പ്ലസ് ബി എന്തോ കിട്ടും? ഈ കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്നത് ആഡ് ചെയ്യുക. എ പ്ലസ് ഇ ഫസ്റ്റ് എലമെൻറ്റ്, നെക്സ്റ്റ് ബി പ്ലസ് എഫ് സെക്കൻഡ് എലമെൻറ്റ്, നെക്സ്റ്റ് സി പ്ലസ് ജി തേർഡ് എലമെൻറ്റ്, നെക്സ്റ്റ് ഡി പ്ലസ് എച്ച് ഇല്ലേ? ഓക്കെ, അതും ബി പ്ലസ് എയും ഈക്വൽ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വരും അല്ലേ? നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ പ്ലസ് ബി എവിടുത്തെ എലമെൻ്റ് ആണ്? മെട്രിക്സ് സ്പേസിലെ എലമെൻ്റ്. ഇത് ഒരു 2x2 മെട്രിക്സ് തന്നെയല്ലേ? സോ അതും എന്തുവാണ്? എ പ്ലസ് ബി ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഡയറക്റ്റ് ചെക്ക് ചെയ്ത് 6th പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഒരു നിരയായിട്ട് തന്നെ ചെക്ക് ചെയ്ത് വരിക. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു സം എ എടുക്കുക. എ എടുക്കുമ്പോൾ എന്തോ കിട്ടും? കെ ഇൻറ്റു എ ബി സി ഡി ചെയ്യുമ്പോൾ നമുക്ക് കെ എ കെ ബി കെ സി കെ ഡി ഇതും എന്തു തന്നെയാണ്? ഒരു 2x2 മെട്രിക്സ് തന്നെയില്ലേ? അപ്പം കെ എ. അപ്പം 6th പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആയി. ഇവിടെ ഓരോന്ന് പറഞ്ഞിരിക്കുവാണ്. ഓരോന്ന് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? എ പ്ലസ് ബിയും ബി പ്ലസ് എ ഈക്വൽ ആണ്. എ പ്ലസ് ബി നമുക്ക് ചെയ്യുമ്പം എ പ്ലസ് ഇ ബി പ്ലസ് എഫ് സി പ്ലസ് ജി ഡി പ്ലസ് എച്ച്. ഇത് തിരിച്ച് ബി പ്ലസ് എ ചെയ്യുമ്പോൾ എന്തോ കിട്ടും? ഇ പ്ലസ് എ ബി പ്ലസ് എഫ് പ്ലസ് ബി സി പ്ലസ് ജി പ്ലസ് സി എച്ച് പ്ലസ് ഡി. അത് രണ്ടും ഈക്വൽ അല്ലേ? എ പ്ലസ് ബിയും ബി പ്ലസ് എയും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതും എവിടുത്തെ എലമെൻ്റ് ആണ്? മെട്രിക്സ് 2x2 മെട്രിക്സിലെ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ പ്ലസ് ബി നമുക്ക് എന്തോ കിട്ടി? എ പ്ലസ് ഇ ബി പ്ലസ് എഫ് സി പ്ലസ് ജി ഡി പ്ലസ് എച്ച് കിട്ടി. അതും സി നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കാം. സി എന്ന് പറഞ്ഞാൽ ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ ആയിട്ട് എടുക്കാം. അതൊന്നും അപ്പം എന്തുവാണ്? അത് ആഡ് ചെയ്യുമ്പം ഐ ജെ കെ എൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് സി പ്ലസ് ഐ ബി പ്ലസ് എഫ് പ്ലസ് ജെ സി പ്ലസ് ജി പ്ലസ് കെ ഡി പ്ലസ് എച്ച് പ്ലസ് എൽ. ഇതും എന്ത് തന്നെ ഈക്വൽ ആയിരിക്കും? എ പ്ലസ് ബി പ്ലസ് സിയും കൂടെ ആഡ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ എ ആഡ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും കേട്ടോ. 0 ബിലോങ്സ് ടു 2x2 മെട്രിക്സ് ആണ്. കാര്യം 2x2 മെട്രിക്സിന് 2x2 മെട്രിക്സസിൽ നമ്മൾ 0 എലമെൻറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 0 0 0 0 എവരി എലമെൻറ്റ് എ പ്ലസ്
മൈനസ് എ ഈക്വൾ ടു എ പ്ലസ് മൈനസ് എ ഈക്വൾ ടു 0 എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെൻറ്റ് നമ്മൾ എ എടുക്കുവാണെങ്കിലും നമ്മൾ എയും മൈനസ് എയും ചെയ്താൽ ഇപ്പം എ എന്ന് പറയുന്നത് നമുക്ക് എ ബി സി ഡി അല്ലേ, അത് മൈനസ് എ എടുക്കുമ്പോൾ മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി അല്ലേ കിട്ടുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0, ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0, സി മൈനസ് സി എന്ന് പറഞ്ഞാൽ 0, ഡി മൈനസ്. അപ്പോൾ 0 എലമെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ 0 എവിടുത്തെ എലമെൻ്റ് ആണ്? 2x2 മെട്രിക്സിലെ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് അത് കണക്ക് തന്നെ എല്ലാ പ്രോപ്പർട്ടിയും അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. K1 ഇൻറ്റു K2 എ ഈക്വൾ ടു K1 K2 എ ആയിരിക്കും. കാര്യം K1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു. അപ്പം K2 എ എന്ന് പറയുന്നത് എന്തുമായിരിക്കും ഇവിടെ? K2 എ എന്ന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ എന്ന് പറയുന്നത് എ ബി സി ഡി ആയിരുന്നു. K2 എ എന്ന് പറയുമ്പോൾ എന്ത് വരും? K2 എ K2 ബി K2 സി K2 ഡി ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം K1 ഇൻറ്റു K2 എ എന്ത് വരും ആൻസർ? K1 K2 എ K1 K2 ബി K1 K2 സി K1 K2 ഡി ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അതും K1 K2 ഇൻറ്റു എയും ഈക്വൽ ആയിരിക്കും, അറിയാവുന്ന കാര്യമാണ്. ഇനി 1 ഇൻറ്റു എ ഈക്വൽ ടു എ, അങ്ങനെ 10 പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അത് വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം 2x2 മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. നമ്മൾ 10 പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ചുരുക്കം കുറച്ച് ഒരു 4-5 പ്രോപ്പർട്ടി മാത്രമേ ഇവിടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം 2x2 മെട്രിക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു വെക്റ്റർ സ്പേസ് ആണ് കേട്ടോ. ഇനി വെക്റ്റർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓഫ് ഓൾ ഡബിൾ എന്ന് പറഞ്ഞാൽ R² എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. R ക്രോസ് അത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓവർ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ട്രിപ്ലെറ്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R³ എന്നായിരിക്കും. R ക്രോസ് R ആണ്. ഇതും എന്താണ്? ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഇൻ ജനറലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ R⁻n എന്ന് പറഞ്ഞാൽ R ഇൻറ്റു R n മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ഓൾ A1 A2 എക്സെട്ര AN AI ബിലോങ്സ് ടു R n ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ n ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ R⁻n ഓവർ റിയൽ നമ്പേഴ്സ്. അവിടുത്തെ നമ്പറുകളെല്ലാം എന്തുമായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് A1 A2 എക്സെട്ര AN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തുമായിരിക്കും? ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓവർ ഫീൽഡ് R എന്നായിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ എന്ന് പറഞ്ഞാൽ വാല്യൂസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് C⁻n എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര AN AI ബിലോങ്സ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ C. C⁻n എന്ന് പറഞ്ഞാൽ സിയുടെ n ട്രിപ്ലെറ്റ്സ്. ഇതെന്തുമായിരിക്കും? സി എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് നമ്പറാണ്. അതും എന്ത് തന്നെയായിരിക്കും? ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ പോളിനോമിയൽ Pn ഓഫ് x ഈക്വൽ ടു A0 പ്ലസ് A1x പ്ലസ് A2x² പ്ലസ് എക്സെട്ര പ്ലസ് AN x⁻n A ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് R. അപ്പം പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ Pn ഓഫ് x ജനറലി നമുക്ക് സാധാരണ എക്സ് അതല്ലെങ്കിൽ x² + 1 അല്ലെ x³ + 2x + 1 അങ്ങനെ വരുന്ന ജനറലി നമ്മൾ Pn ഓഫ് x എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ പോളിനോമിയൽ ഏത് പവർ വന്നാലും അതിൽ കോയിഫിഷ്യൻറ്റുകളെല്ലാം എന്തുമായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് A1 A2 A0 ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ A1 A2 എക്സെട്ര A എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റുകളെല്ലാം R എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കണം. അപ്പോൾ അതെന്തുമായിരിക്കും? വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓവർ റിയൽ നമ്പർ R എന്ന് പറയാം. കാര്യം കോയിഫിഷ്യൻസ് എവിടെ നിന്ന് എടുക്കുന്നുള്ളതാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഡിഗ്രി n വിത്ത് റിയൽ കോയിഫിഷ്യൻസ് വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് R വിത്ത് പോളിനോമിയൽ അഡിഷൻ ആൻഡ് സ്കെയിലാർ. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വെക്റ്റർ സ്പേസ് പറയുമ്പം ഓപ്പറേഷൻസ് പറയണം. ഇവിടുത്തെ ഓപ്പറേഷൻസ് എന്തുവാണ്? അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ദ റിയൽ നമ്പേഴ്സ് വിത്ത് പോയിന്റ് വൈസ് അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ സ്പേസ് ആണ്. അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോയിന്റ് വൈസ് അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 non-singular matrices is not a vector space. Also show that the set of all singular matrix is not a vector space. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 non-singular matrices
ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് എടുക്കുക. ആ 2x2 മെട്രിസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് സിംഗുലാർ ആയിരിക്കരുത്, നോൺ സിംഗുലാർ ആയിരിക്കണം. അത് എന്തെന്ന് പ്രൂവ് ചെയ്യണം? അത് വെക്റ്റർ സ്പേസ് ആവൂലെന്ന് പ്രൂവ് ചെയ്യണം, വെക്റ്റർ സ്പേസ് ആവത്തില്ലെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്, ഷോ ഓൾസോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ സിംഗുലാർ മെട്രിക്സ് എന്തോ ആവില്ലെന്ന് പ്രൂവ് ചെയ്യണം, വെക്റ്റർ സ്പേസ് ആവില്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട? 2x2 മെട്രിസസ് വിത്ത് സിംഗുലാർ ആണെങ്കിലും അതുപോലെ തന്നെ നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ സെറ്റ് ആണെങ്കിലും അതെന്തോ ആവത്തില്ലെന്ന് പ്രൂവ് ചെയ്യുക, വെക്റ്റർ സ്പേസ് ആവില്ലെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിംഗുലാരിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു മെട്രിക്സ് എ എപ്പോഴാണ് സിംഗുലാർ ആവുന്നത്? അതിൻ്റെ ഡിറ്റർമിനൻ്റ് എ 0 ആകുമ്പോഴാണ് അത് സിംഗുലാർ ആവുന്നത്, ശരിയല്ലേ? അപ്പം പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. ഇഫ് എ മെട്രിക്സ് എ ഈ സിംഗുലാർ ദെൻ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് ഷോ ചെയ്യാം. 2x2 നോൺ സിംഗുലാർ മെട്രിക്സ് ഞാൻ എടുക്കുന്നു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് വെക്റ്റർ സ്പേസ് ആവില്ലെന്ന്. വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ നമുക്ക് 10 പ്രോപ്പർട്ടി ഉണ്ട്. ആദ്യം മുതൽ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ആ വെക്റ്റർ സ്പേസിൽ തന്നെ 2 എലമെൻറ്റ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം എ എന്ന് പറയുന്ന നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ കേസിൽ ഞാൻ എടുക്കുന്നത്. അപ്പം ഒരു നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ സെറ്റുകളിൽ നിന്ന് ഞാൻ ഏതെങ്കിലും 2 വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 2 മെട്രിക്സുകൾ ചൂസ് ചെയ്യുന്നു. 2x2 മെട്രിക്സുകൾ ചൂസ് ചെയ്യുന്നു. അത് നോൺ സിംഗുലാർ ആയിട്ടുള്ള മെട്രിക്സുകളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏതാണോ അവിടുത്തെ ഓപ്പറേഷൻ, അത് രണ്ടും കൂടെ ഓപ്പറേഷൻ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് തന്നെ വരണം. അതാണ് നമുക്ക് ആ ഒരു വെക്റ്റർ സ്പേസിൻ്റെ അകത്ത് തന്നെ വരണം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2x2 മെട്രിക്സസ് വിത്ത് നോൺ സിംഗുലാർ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ആ മെട്രിക്സും 2x2 മെട്രിക്സും എന്തുമായിരിക്കണം? നോൺ സിംഗുലാർ ആയിരിക്കണം. അതല്ലേ ക്ലോസ്ഡിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? നല്ലത് വെക്റ്റർ സ്പേസ് ആദ്യത്തെ പ്രോപ്പർട്ടി അതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നു എയും ബിയും 2 മെട്രിക്സുകൾ എടുക്കുന്നു. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1 -0 × 0 എന്ന് പറഞ്ഞാൽ 1 - 0 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. ഇനി ഡിറ്റർമിനൻ്റ് ബി എങ്ങനെ എടുക്കുന്നത്? -1 × -1, മൈനസും പ്ലസ് ആണ്. അപ്പോൾ 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. -0 × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അവിടെ എന്തോ കിട്ടും? 1 കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എയും ഡിറ്റർമിനൻ്റ് ബിയും 1 ആണ്. അപ്പം നമ്മൾ എടുത്ത 2 മെട്രിക്സ് ശരിയാണ്. ഞാൻ നോൺ സിംഗുലാർ മെട്രിക്സ് സ്പേസിൽ നിന്ന് 2 വെക്റ്റേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആവാത്ത, അതല്ലേ നോൺ സിംഗുലാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഡിറ്റർമിനൻ്റ് എയും ഡിറ്റർമിനൻ്റ് ബിയും 0 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഓപ്പറേഷൻ A+B എടുക്കുവാണ്. A+B എടുക്കുമ്പം എ എന്ന് പറയുന്നത് 1 0 0 1 പ്ലസ് ബി എന്ന് പറയുന്നത് -1 0 0 1. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ അവിടുത്തെ ഓപ്പറേഷൻ അഡീഷനായിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? ആദ്യം കറസ്പോണ്ടിങ്ങുകൾ ആഡ് ചെയ്താൽ മതി. A+B എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ 1 + -1 എന്തോ കിട്ടും? 0 കിട്ടും. അടുത്തത് 0 + 0 എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി 0 + 0 എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. ഇനി 1 + -0 എന്ന് പറഞ്ഞാൽ 1 - 0 എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് A+B ചെയ്തപ്പോൾ എന്തോ കിട്ടി? 0 കിട്ടി. ഇനി അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. നമുക്ക് ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കേണ്ട, അത് നോൺ സിംഗുലാർ ആണെങ്കിൽ അതെന്തുമായിരിക്കും? നോൺ സിംഗുലാർ ആണെങ്കിൽ അത് വെക്റ്റർ സ്പേസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ. അപ്പോൾ ഡിറ്റർമിനൻ്റ് A+B എടുക്കുമ്പം ഡിറ്റർമിനൻ്റ് 0 0 0 0. അപ്പോൾ എന്ത് വരും? 0 × 0 എന്ന് പറഞ്ഞാൽ 0 -0 × 0 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് A+B എന്തോ കിട്ടി? 0 കിട്ടി. അപ്പം A+B എന്തുമല്ല? സിംഗുലാർ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2 നോൺ സിംഗുലാർ മെട്രിക്സുകൾ ആഡ് ചെയ്തപ്പോൾ എന്തോ കിട്ടി? ഒരു സിംഗുലാർ മെട്രിക്സ് കിട്ടി. പക്ഷെ അങ്ങനെ കിട്ടരുത്, അല്ലേ? നോൺ സിംഗുലാർ മെട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടാവുള്ളൂ? നോൺ സിംഗുലാർ മെട്രിക്സേ കിട്ടാവുള്ളൂ. അപ്പം എയും ബിയും 2 നോൺ സിംഗുലാർ മെട്രിക്സുകൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു സിംഗുലാർ മെട്രിക്സാണ് കിട്ടിയത്. എന്തുകൊണ്ട്? ആ A+Bയുടെ ഡിറ്റർമിനൻ്റ് 0 ആയി. പക്ഷേ അതെന്തോ അല്ല. അപ്പം അവിടെ ആദ്യത്തെ വെക്റ്റർ സ്പേസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ. അതുകൊണ്ട് എന്തുവാണ്? 2 നോൺ സിംഗുലാർ മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ 2x2 നോൺ സിംഗുലാർ മെട്രിക്സുകൾ എന്തോ അല്ല, സെറ്റ് ഓഫ് ഓൾ 2x2 നോൺ സിംഗുലാർ മെട്രിക്സുകൾ എന്തല്ല? വെക്റ്റർ സ്പേസ് അല്ല. ഓക്കെ. ഇറ്റ്സ് നോട്ട് എ വെക്റ്റർ സ്പേസ്. ഇനി ഞാൻ സെക്കൻഡ് കേസ് എടുക്കുന്നു. നമുക്ക് അവിടെ എന്തോ നോക്കേണ്ടത്? 2 സിംഗുലാർ മെട്രിക്സുകൾ 2 സെറ്റ് ഓഫ് ഓൾ സിംഗുലാർ മെട്രിക്സുകൾ വെക്റ്റർ സ്പേസ് അല്ലെന്നാണ് ഷോ ചെയ്യേണ്ടത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഷോ ചെയ്തു സെറ്റ് ഓഫ് ഓൾ 2x2 നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ കേസ് വെക്റ്റർ സ്പേസ് അല്ലെന്ന് പ്രൂവ് ചെയ്തു. ആദ്യത്തെ ക്ലോഷർ പ്രോപ്പർട്ടി തന്നെ അവിടെ തെറ്റിപ്പോയി. ഇവിടെ ഞാൻ 2
സിംഗുലാർ മെട്രിക്സുകൾ എടുക്കുന്നത് 2/2 സിംഗുലാർ മെട്രിക്സുകൾ ഞാൻ എടുക്കുവാണ്. 2/2 സിംഗുലാർ മെട്രിക്സുകൾ എന്തെന്ന് പ്രൂവ് ചെയ്യണം? വെക്റ്റർ സ്പേസ് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം സിംഗുലാർ മെട്രിക്സുകളാകുമ്പം എയും ബിയുടെയും ഞാൻ 2 2/2 മെട്രിക്സുകൾ ചൂസ് ചെയ്യുന്നു. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഓപ്പറേഷൻ A+B ചെയ്ത് നോക്കാം. A+B ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 1+0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0+0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0+0 എഗെയിൻ 0. 0+1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കുക. സിംഗുലാർ ആണെങ്കിൽ അതെന്തോ ഒരു ക്ലോസ്ഡ് ആയിരിക്കും. ആ വെക്റ്റർ സെറ്റ് ഓഫ് ഓൾ 2/2 മെട്രിസസ് വിത്ത് സിംഗുലാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അത് A+Bയും സിംഗുലാർ ആണെങ്കിൽ വെക്റ്റർ സ്പേസിൻ്റെ ആദ്യത്തെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ A+B ഡിറ്റർമിനൻ്റ് A+B അവിടെ എന്തോ കിട്ടിയത്? 1 കിട്ടി. അതിൻ്റെ അർത്ഥം എന്തുവാണ്? 2 സിംഗുലാർ മെട്രിക്സുകൾ ആഡ് ചെയ്തപ്പോൾ എന്തോ കിട്ടി? നോൺ സിംഗുലാർ മെട്രിക്സ് കിട്ടി. അപ്പം വെക്റ്റർ സ്പേസിൻ്റെ ആദ്യത്തെ ക്ലോഷർ പ്രോപ്പർട്ടി തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയി അല്ലേ? വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടി എന്തുവാണ്? ആ സെറ്റിൻ്റെ വെക്റ്റേഴ്സുകൾ എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പം ആ എലമെൻറ്റ്സ് തമ്മിൽ എന്താണോ അവിടുത്തെ ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് എവിടെ തന്നെ കിട്ടണം? ആ വെക്റ്റർ സ്പേസിൽ തന്നെ കിട്ടണം അല്ലേ? ഇവിടെ അങ്ങനെയല്ല കിട്ടിയത്. സോ ഇറ്റ് ഈസ് നോട്ട് എ സിംഗുലാർ മെട്രിക്സ്. ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ്. ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് കൺസിഡർ R². അപ്പോൾ R² നമ്മൾ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, x+y equal to set such as x1 plus y, x1 plus y1, 0 അങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ 2 എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നു. x equal to x1, x2, y equal to y1, y2. അപ്പോൾ x+y നമുക്ക് എന്താ കിട്ടേണ്ടത്? x+y എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x1 plus y1, 0 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? x1 plus y1, y1, 0 എന്നാണ് കേട്ടോ. 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ആൽഫ x1 ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? ആൽഫ x1 രണ്ടാമത്തെ എലമെൻറ്റ് എപ്പോഴും എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, x1 x equal to x1 x2 and y equal to y1 y2 is R² with these operations are vector space over the field R. അതുപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ സാറ്റിസ്ഫൈഡ് വെക്റ്റർ R² എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ഓപ്പറേഷൻ അഡീഷനിൽ സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് subspace. A subspace of a vector space V is subset H subset of V that has 3 properties. അപ്പം സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ തന്നെ സബ്സ്പേസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ വെക്റ്റർ സ്പേസിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ അതെവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം, ആ സബ്സ്പേസിലും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം 3 പ്രോപ്പർട്ടി ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ്, ദ സീറോ വെക്റ്റർ V is an സബ്സെറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആയിട്ടുള്ള എച്ച് എന്ന് പറയുന്നതിൽ എന്തോ കാണണം? 0 വെക്റ്റർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ വെക്റ്റർ അഡീഷൻ ചെയ്യുമ്പം എച്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. എച്ചിൽ 2 എലമെൻറ്റുകൾ ആഡ് ചെയ്യുമ്പം വെക്റ്റർ അഡീഷൻ ചെയ്യുമ്പം എച്ച് തന്നെ കാണണം. എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കെയിലാർ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എച്ചിൽ 2 എലമെൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എവിടെ തന്നെ കാണണം? എച്ചിൽ തന്നെ കാണണം. അതാണ് യു ക്രോസ് യുവും യു പ്ലസ് വിയും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾസ്. ലെറ്റ് M2 മെട്രിക് സ്പേസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. 2/2 മെട്രിക്സ് ആണ് M2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ABCD A,B,C,D ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അത് സബ്സ്പേസ് ആണെന്നാണ് സബ്സ്പേസ് ആണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുവാണ്. W equal to A,B,0,0 A,B belongs to R. അതിൻ്റെ ഒരു സബ്സ്പേസ് ഞാൻ എടുക്കുവാണ്. A,B,0,0 അപ്പം അത് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുവാണ്. അപ്പോൾ 2 എലമെൻറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. എയും ബിയും 2 എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. A1 B1 0,0 B എന്ന് പറയുന്നത് A2 B2 0,0. അപ്പം A+B ചെയ്ത് നോക്കുവാണ്. A+B ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A+B എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് ആഡ് ചെയ്യുക. A1 + A2 ആണ് ആദ്യത്തെ, B1 + B2 ആണ് രണ്ടാമത്തെ, 0+0 ആണ് മൂന്നാമത്തെ, 0+0 എഗെയിൻ 0. അപ്പോൾ എന്തോ കിട്ടി? ഞാൻ M2 എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസിൽ ഒരു സബ്സെറ്റ് W എന്ന് പറയുന്നത് ചൂസ് ചെയ്തപ്പം ആ Wയിൽ 2 എലമെൻറ്റുകൾ ആഡ് ചെയ്തപ്പം ആ W പോലത്തെ എന്ന് പറഞ്ഞാൽ Wയുടെ എലമെൻറ്റിൻ്റെ ഫോം എന്താണോ അത് തന്നെ കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കുവാണ്. KA എന്ന് പറയുമ്പോൾ എന്തുവാണ്?
കെ ഇൻറ്റു എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് A1 B1 0 0 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എന്ത് തന്നെ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, ഡബ്ല്യൂവിലെ തന്നെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ അഡീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ 2. കൺസിഡർ ആർ ക്രോസ് ആറിൻ്റെ ഫോം എന്ന് പറയുന്നത് എക്സ് കോമ വൈ ബിലോങ്സ് ടു ഓപ്പൺ ബ്രാക്കറ്റിൽ എക്സ് വൈ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സാണ്. അതിൽ ഞാനൊരു സബ്സ്പേസ് ഡബ്ല്യു ചൂസ് ചെയ്യുന്നത് സബ്സെറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് സബ്സ്പേസ് ആണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ സബ്സെറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് എക്സ് കോമ 0 ആണ്. അപ്പോൾ ഞാൻ രണ്ട് എലമെൻറ്റ്സ് U1 U2 ഡബ്ല്യൂവിലെ എലമെൻറ്റിൻ്റെ ഫോമിൽ ഡബ്ല്യു എന്ന് പറഞ്ഞ സബ്സ്പേസിലെ രണ്ട് എലമെൻറ്റ്സ് ചൂസ് ചെയ്യുവാണ്. സബ്സ്പേസ് ആണെന്നാണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന സബ്സെറ്റിൽ രണ്ട് എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നു, U1 U2. അപ്പോൾ U1 + U2 ആദ്യം അഡിഷൻ, ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആയിരിക്കണ്ടേ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x1 + x2 ആണ് ആദ്യത്തെ, 0 + 0 ആണ് രണ്ടാമത്തത്. അത് ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. അപ്പം ക്ലോസ്ഡ് അണ്ടർ അഡിഷനാണ്, വെക്ടർ അഡിഷനാണ്. ഇനി ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നോക്കാം. ആൽഫ ഇൻറ്റു U1 എന്ന് പറഞ്ഞാൽ ആൽഫ കൊണ്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ U1 ആൽഫ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും, 0 ആയിരിക്കും. അപ്പം ഇവിടെ കോമയാണ് കേട്ടോ, ഇവിടെ കോമയാണ് വരുന്നത്, 0 ആയിരിക്കും. അപ്പം സിമിലർലി W = 0y സച്ച് ദാറ്റ് y ബിലോങ്സ് ടു R. അപ്പം അത് എന്ത് തന്നെ ആയിരിക്കും, ഒരു സബ്സ്പേസ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വേറൊരു എലമെൻറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നു, വേറൊരു സബ്സെറ്റ് ചൂസ് ചെയ്യുന്നു, W1 എന്ന് പറയുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എക്സ് കോമ MX എന്നാണ്. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സാണ്. ദാറ്റ് ഈസ് y = MX ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഞാൻ അവിടെ W1 അത് സബ്സെറ്റ് ആണെന്ന് ഓരോന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കുവാണ്. സിമിലർലി W എന്ന് പറഞ്ഞ് 0y എന്ത് തന്നെ ആയിരിക്കും, ഒരു സബ്സെറ്റ് തന്നെ, സബ്സ്പേസ് തന്നെ ആയിരിക്കും. ആരുടെ സബ്സ്പേസ് ആയിരിക്കും, ആർ ക്രോസ് ഐയുടെ സബ്സ്പേസ് ആയിരിക്കും. അതും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുവാണ്, ആർ ക്രോസ് ആറിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുവാണ്, എക്സും MXും. എക്സ് റിയൽ നമ്പേഴ്സ് ആവുന്ന കേസ്. അത് രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പം നമ്മൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണെന്നാണ് നോക്കുന്നത്. അപ്പോൾ x1 MX1 + x2 MX2 എന്ന് എടുക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ x1 + x2 x1 + x2. MX1 + MX2 എന്ന് പറഞ്ഞാൽ M × x1 + x, അത് W1 എലമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ കൂടെ ചെയ്ത് നോക്കുക, ആൽഫ ഇൻറ്റു എക്സ് MX. നമ്മൾ അതിലേതെങ്കിലും ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുക, അതും എന്ത് തന്നെ ആയിരിക്കും, ബിലോങ്സ് ടു W1 ആയിരിക്കും. സോ ദ ലൈൻസ് ഓഫ് ദ ഫോം y = ax + b ആർ നോട്ട് എ സബ്സ്പേസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ എക്സ് പ്ലസ് നമുക്ക് എന്തുവാണ് ഫോം വരേണ്ടത്, ഫോം വരേണ്ടത് y = MX എന്ന് പറയുന്ന ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ ആണെങ്കിൽ അത് സബ്സ്പേസ് ആയിരിക്കും. പക്ഷേ y = ax + b എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് നോക്കുക, അത് ഒരിക്കലും എന്താവത്തില്ല, സബ്സ്പേസ് ആവത്തില്ല. ഇവിടെ y = MX എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അതെന്തുമായിരിക്കും, സബ്സ്പേസ് ആയിരിക്കും. പക്ഷേ എന്തുവാണ്, അല്ലാത്ത y = ax + b എന്ന് പറയുന്ന ലൈനുകളൊന്നും എന്താവത്തില്ല, B0 അല്ല എങ്കിൽ എന്താവത്തില്ല, സബ്സ്പേസ് ആവത്തില്ല. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കൺസിഡർ ആർ ക്യൂബിലെ എലമെൻറ്റ്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ABC ആണ്. A, B, C ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ്. സിമിലർലി അതും ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ദ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി 0 വെക്റ്റർ ഇൻ വെക്റ്റർ സ്പേസ് V ഈസ് കാൾഡ് 0 സബ്സ്പേസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് H be the A - 3B, B - A, B, AB belongs to real number. Show that H is a subspace of R⁴. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സബ്സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അവിടുത്തെ എലമെൻറ്റിൻ്റെ H എന്ന് പറയുന്നത് ആരുടെ സബ്സ്പേസ് എന്ന് പ്രൂവ് ചെയ്യണം, R⁴ എന്ന് പറഞ്ഞാൽ R⁴ എന്ന് പറയുന്നത് R ക്രോസ് R ആയിരിക്കും ഇല്ലേ. If 0 is an element of H, that is 0 0 0 0 belongs to H. So അവിടെ ആദ്യത്തെ സബ്സ്പേസിൻ്റെ പ്രോപ്പർട്ടി 0 എലമെൻറ്റ് ഓഫ് H ആണ്. ഇനി ഞാൻ H എന്ന് പറയുന്ന സബ്സെറ്റിൽ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. H എന്ന് പറയുന്ന സബ്സെറ്റിൽ രണ്ട് എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നു. അപ്പം ഫോം ഇതാണ്. അപ്പം A1 3B1,
B1 A1, A1 B1. അതുപോലെ തന്നെ ഞാൻ U2 എന്ന് പറഞ്ഞ് വേറൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. എവിടെ നിന്ന്? എച്ചിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുവാണ്. ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇതാണ് ആദ്യം രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് കിട്ടുന്നത്. എന്ന് പറഞ്ഞ് A1 - 3B1 + A2 - 3B2. അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? ഓക്കെ, അതിൽ A1 A2 ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതുക. -3 രണ്ടിൽ നിന്ന് കോമൺ എടുത്ത് അതുപോലെ എഴുതുക. ഇനി B1 B2 B1 A1 B1 - A1 + B2 - A2 ചെയ്ത് നോക്കുക. B1 + B2 മൈനസ് കോമൺ എടുത്തിട്ട് A1 + A2. ഓക്കെ, അതുപോലെ തന്നെ A1ഉം A2ഉം കൂടെ ആഡ് ചെയ്യുക. A1 + A2 B1 + B2. ഓക്കെ, അതും എന്ത് തന്നെയാണ്? എച്ചിലെ എലമെൻ്റാണ്. എച്ചിലെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? A - 3 × സംതിങ് -3 × സംതിങ്. രണ്ടാമത്തെ B - A പ്ലസ് ആ എലമെൻറ്റ്സ് തന്നെ. അപ്പോൾ ആ ഫോം തന്നെയാണ്. അപ്പോൾ U + B എവിടുത്തെ എലമെൻ്റാണ്? എച്ചിലെ തന്നെ എലമെൻ്റാണ്. അതുപോലെ തന്നെ സിമിലർലി ആൽഫ × AU1 ചെയ്ത് നോക്കുക. അത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എച്ചിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോഴെന്തുവാണ് നമ്മൾ പ്രൂവ് ചെയ്തു? എച്ച് എന്ന് പറയുന്നത് ആരുടെ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു? R⁴ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ.